പച്ചിറച്ചിയാണ്, പച്ചിറച്ചി. വളരെ എളുപ്പത്തിൽ ഒരു തുള്ളി ഓയിൽ പോലും ഇല്ലാണ്ട് ഉണ്ടാക്കിയ ഒരു ചിക്കൻ പെരട്ടിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണത്. ലെറ്റ്സ് ഗോ. ഞാനിവിടെ 3 ചിക്കന്റെ തൈ പീസ് തൊലിയൊക്കെ കളഞ്ഞത് ഈ വലിപ്പത്തിലുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇത് നേരെ ചിക്കനിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു കല്ലിലേക്ക് 2 ചെറിയ കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളി ഇട്ടിട്ട് ഇടിച്ച് ചതച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ വലിപ്പത്തിലുള്ള വലിയ സവാള ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കണതിന്റെ ഇടയിൽ നമ്മുടെ ചെറിയവനൊന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റായിരുന്നു. വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്താറില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ. പച്ചിറച്ചിയാണ്, പച്ചിറച്ചി. പത്തറ്റല്ല, പത്തിറച്ചി. തൊടാമ്പാള. അങ്ങനെ അവന്റെ പത്തത്തേല് പകുതി നാരങ്ങയുടെ നീരിട്ട് മിക്സ് ചെയ്ത് ഒരു പാനിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ. ഇനി വളരെ ഈസി പരിപാടിയാണ് കേട്ടോ. വെള്ളമൊന്നും ചേർക്കരുത്. ഒരു തക്കാളി ഉണ്ടല്ലോ, നൈഫ് കൊണ്ട് 3-4 വരയൊക്കെ ഇട്ടിട്ട് ചിക്കന്റെ നടുക്കോട്ട് വെച്ചിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ലിഡ് മാറ്റുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളവും തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളയാം നമുക്ക്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗട്ടോ സാധാ യോഗട്ടോ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 5-6 മിനിറ്റ് ഹൈ ഹീറ്റിലാക്കിയിട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ഇതേ വെള്ളമൊക്കെ പറ്റി നല്ലോണം പെരണ്ട് വരും കേട്ടോ. കണ്ടോ, നമ്മളിട്ട് തക്കാളിയൊക്കെ അതിനകത്ത് അലിഞ്ഞില്ലാണ്ടായി പോയി. അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലായിട്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം കേട്ടോ. എളുപ്പം പരിപാടിയല്ലേ ഇത്. ഈ ഒരു ലെവലിൽ ഒന്ന് പെരണ്ട് വന്നിട്ടുണ്ടല്ലോ, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിക്കാം കേട്ടോ. ഞാൻ ഇത് എന്റെ ഉണ്ടായിരുന്ന ഒരു സ്ലൈസ് ബ്രെഡും കൂട്ടി കണ്ടോ കഴിച്ചത്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കണവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലെ റെസിപ്പിയാണ് ഇത്. നല്ല വെള്ളയപ്പത്തിന്റെ കൂടെയാണ് ഇത് കഴിക്കണമെങ്കിൽ ഉണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. അടിപൊളി. അപ്പൊ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റിലിട്ടോ. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.